പറയുന്നതിന് വേണ്ടിയാണ്. അതായത് ഗുരുവാണികളെ വളച്ചൊടിച്ച് അവർക്ക് വേണ്ടി കുഴലൂത്ത് നടത്തുന്ന ശ്രീകുട്ടി ആൻഡ് ശ്രീമതി ആന്റി അവരുടെ ഗുരുവാണികളെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു പ്രസക്തമായ ഭാഗങ്ങളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോയാണ് അവരുടെ ചാനലിൽ അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു ബൈനോയെ കുറിച്ചുള്ള ഗുരുവാണി ബൈനോയെ വളച്ചൊടിച്ചിട്ട് ഗുരു പറഞ്ഞത് എന്താണോ അതിന് ഘടകവിരുദ്ധമായിട്ട് അവർ പറഞ്ഞ് സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്. അതായത് അമൃതാജിന്റെ പണ്ടേ കൊണ്ടും പറയിപ്പിച്ചതും താൻ ഗുരുവാണെന്ന് പറയുന്നതിനുമായ ആസ്പദമായ കാര്യങ്ങളെക്കുറിച്ച് അതെങ്ങനെയാണോ വളച്ചൊടിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരുടെ ആ വോയിസ് കേട്ടിട്ട് നമുക്ക് പറയാം. പിന്നെ ഈ ഗുരുവിനെ ഒരു അടുത്ത ഗുരുവിനെ പറഞ്ഞുകൂടാ എന്നുള്ള ഒരു വിഷയമുണ്ട്. ആധ്യാത്മികമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ അടുത്ത ഗുരുവിനെ ഗുരു പറഞ്ഞുകൂടാ, അത് ശിഷ്യ സമൂഹം തിരിച്ചറിയണം, അല്ലെങ്കിൽ ഈ ഗുരു പ്രവർത്തിച്ച് മുന്നിൽ വരണമെന്നാണ് ശ്രീകുട്ടി പറഞ്ഞത്. ഗുരുവിന് അടുത്ത ഗുരുവിനെ പറഞ്ഞുകൂടാ, അങ്ങനെ ഒരു സ്ഥാനം ഉണ്ടെങ്കിലല്ലേ ഗുരുവിന് പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇത് എവിടെയാണ് ഗുരു പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല, ഏത് ഗുരുവാണ് പറഞ്ഞിരിക്കുന്നതെന്ന് അറിയില്ല. ഇത് ശ്രീകുട്ടിക്ക് മനസ്സിൽ തോന്നിയതും ശ്രീകുട്ടിയുടെ ഗുരുവായ അമൃതാജ്ഞാന തപസ്വിനി എന്ന് പറയപ്പെടുന്ന കപട ഗുരു ശിഷ്യപരാജിത എന്ന ആ അവരുടെ അഭിനവ ഗുരു പറഞ്ഞു കൊടുത്ത കാര്യങ്ങളാണ് ഈ പാടുന്നത്. അല്ലാതെ ബ്രഹ്മശ്രീ കരുണാകര ഗുരു പറഞ്ഞിരിക്കുന്നത് ഈ പരമ്പരയിൽ ഗുരു ഉണ്ടാകും, അത് ഗുരു മാത്രമാണ്. ഗുരുവിന് വേറെ നിർവചനങ്ങളൊന്നുമില്ല. ഗുരു എന്ന് പറഞ്ഞാൽ ശാന്തിഗിരി പരമ്പരയിൽ ഗുരു എന്ന് പറഞ്ഞാൽ ബ്രഹ്മശ്രീ കരുണാകര ഗുരു മാത്രമാണ്. അപ്പൊ നമ്മൾക്ക് അടുത്ത ഗുരുവിനെ കുറിച്ച് ഗുരു ഒരിടത്തും പ്രതിപാദിച്ചിട്ടില്ല, മനസ്സിലായോ? അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഈ ശ്രീകുട്ടി വന്ന് പറയുന്നു ഗുരുവിനെ അടുത്ത ഗുരുവിനെ കുറിച്ച് പറഞ്ഞുകൂടാന്നുള്ള മുടന്തൻ ന്യായം എന്ന് വെച്ചാല് സത്യത്തെ വളച്ചൊടിച്ച് അതിന് ഇവരുടെ ഒരു ആംഗിളിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി എന്ത് സത്യത്തെയും വളച്ചൊടിച്ചു കൊണ്ടുവരും. മനസ്സിലായില്ലേ? അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പറഞ്ഞാണ് നമുക്ക് അടുത്ത കാര്യം. കാരണം ഗുരുവിനെ പറഞ്ഞാൽ ഗുരു വരില്ല. ഗുരു എന്ന് പറയുന്ന ഒരു വ്യക്തിയല്ല, ഗുരു എന്ന് പറയുന്ന ഒരു ജീവ ചൈതന്യത്തിന്റെ ഒരു ആത്മസുഹൃതമായിരിക്കുന്ന ഒരു ശക്തി വിശേഷമാണ്. ആ പ്രകൃതിയുടെ ആ ശക്തി വിശേഷം ഒരു വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിലൂടെ ഗുരുവായിട്ട് മുളച്ച് പൊട്ടി അത് വരണമെങ്കിൽ അതിനെ പറഞ്ഞുകൂടാ എന്നുള്ളതാണ്. ഒരു സൂചനയെങ്കിലും ആർക്കെങ്കിലും തന്ന് അതിനെക്കുറിച്ച് തിരിച്ചറിഞ്ഞാൽ ആ സീക്രട്ട് വെളിപ്പെട്ടാൽ ഒരു ഗുരു അവിടെ സംഭവിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗുരുവിനെ കുറിച്ച് ഗുരുവിന് തന്നെ പറഞ്ഞുകൂടാ. അതൊരു പുതിയ ന്യായമാണ്. എന്നുവെച്ചാല് ഗുരുവിനെ കുറിച്ച് ഗുരുവിന് തന്നെ പറഞ്ഞുകൂടാ, പൊട്ടി മുളച്ചു വരണമെന്നാണ് വിതച്ചു വെച്ചേക്കുന്നത്. മനസ്സിലായില്ലേ? പൊട്ടി ഇങ്ങനെ മുളച്ചു വരണം, എന്നിട്ട് ഗുരു തന്നെ പ്രവർത്തിച്ച് മുന്നോട്ട് വരണം. അത് ശരിയാണ്. കാരണം എന്ന് വെച്ചാൽ ഗുരുവിന്റെ സ്ഥാനത്തെ മോഹിച്ച് ഗുരുവിന്റെ കൂടെ കൂടിയ ഈ അഭിനയ ഗുരുവിന് ഇങ്ങനെ ഒരു സാഹചര്യം ഗുരുവിന്റെ ദേഹവിയോഗം വരുമ്പോ, അല്ലെങ്കിൽ അത് അങ്ങനെ വരുമ്പോ എങ്ങനെ ഇത് മുന്നേറി ഇത് പിടിച്ചു നിൽക്കാം, ആൾക്കാരെയൊക്കെ വെട്ടി നിർത്തിക്കൊണ്ട് ഗുരുവിന്റെ കൂടെ നിന്നവരെയൊക്കെ ചവിട്ടി മെതിച്ച്